Hi guys, welcome back to 9071 Arts. So, നമ്മളിങ്ങനെ ഒരു ടൈഗറിനെ ഒന്ന് വരയ്ക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരയ്ക്കുന്നതും വിത്ത് റെഫറൻസ് വെച്ച് പഠിക്കുന്നതും നമ്മൾ ഭയങ്കരമായിട്ടും വ്യത്യാസമുണ്ട്. സോ നമ്മൾ ന്യൂ കവർ ആകുമ്പോൾ റെഫറൻസ് മസ്റ്റാണ്. സോ നമ്മൾ ആദ്യം ഇതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മെഡ് കൺസ്ട്രക്ട് ചെയ്ത് പിന്നീട് അതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ ഓഫ് ആക്ഷൻ ലൈൻ ഓഫ് ആക്ഷൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പിടിക്കുക എന്നുള്ള സംഭവമാണ് ലൈൻ ഓഫ് ആക്ഷൻ. നമ്മൾ ഇതേപോലെ ബോഡി കൺസ്ട്രക്ട് ചെയ്ത് വരച്ച് വരുമ്പോൾ നമുക്കൊരു സ്ട്രോങ് പോസ് കിട്ടും. ഇതായിരിക്കും നിങ്ങൾ വരയ്ക്കുന്നൊരു എന്തോ ആയിക്കോട്ടെ വരയ്ക്കുന്ന ഒരു ലൈഫ് എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പക്കയായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 1 മന്തിൽ നമ്മളൊരു നല്ലൊരു ആർട്ടിസ്റ്റായി മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം മുന്നോട്ട് പോകുന്നത് സ്റ്റഡി ചെയ്തുകൊണ്ടാണ്. കാരണം അതിൻ്റെ ഹെഡ് ഏത് പൊസിഷനിലാണ്, അതിൻ്റെ ബോഡി എത്ര രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലെഗ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിത്ത് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളുടെ സ്റ്റഡി ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഗ്രിഡിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവരും ആർട്ടിസ്റ്റ് തന്നെയാണ്. സോ അതിനപ്പുറത്തോട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റഡി ഉണ്ട്. മീൻസ് അതിൻ്റെ വോളിയം അറിഞ്ഞുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. അതിൻ്റെ വോളിയം, അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ എല്ലാം എന്താ പറയുക എല്ലാ കണക്കും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വരയ്ക്കുന്നതാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനേയും നമുക്ക് ഈ ഒരു ടൈപ്പിലേക്ക് വരയ്ക്കാം. ആനോ മയിലോ കുതിരയോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റേതായ കുറേ കഥകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ 10th ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതേപോലെ ഇങ്ങനെ ക്ലാസ്സിലിങ്ങനെ കിട്ടി വരയ്ക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സോ ഞാനങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, ക്ലാസ് എടുക്കുമ്പോൾ വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു താടാ വരയ്ക്കണം കൊള്ളാടാ സൂപ്പറായിട്ടാ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാത്സ് ടീച്ചറാണ്. ഓണ് വരച്ച് ഇങ്ങനെ പെന്നോട്ടാണ് വരയ്ക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ വരച്ചൊരു മൂടൊക്കെ എത്തി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ തന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് മണ്ടകളൊക്കെ നമ്മൾ അറിയാത്ത പോലെ ഇരിക്കും നൈസായിട്ട്. പിന്നീട് അങ്ങനെ വീണ്ടും വരച്ചിരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഷോപ്പ് കൊണ്ടൊരു ഏറ് തലമിക്കുന്നു. നൈസായിട്ട് മനസ്സിലായി പൊക്കി. എൻ്റെ ഒന്നും ടീച്ചർ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ടീച്ചർ വരച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ടീച്ചറൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. എവിടെ ടീച്ചറുടെ അടിയും തന്നെ എന്നെ പുറത്ത് നിർത്തി. പോകുമ്പോൾ ഒരു നോട്ടം നോക്കിയിട്ട് പോയി. പക്ഷെ പിള്ളേർ വിട്ടില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അവർ എന്നെ സപ്പോർട്ട് ചെയ്തു. പഠിക്കണമെങ്കിൽ പഠിക്കേ, ഈ ആർട്ടിലേക്ക് തന്നെ തിരിഞ്ഞു. ഇതൊന്നും കഥ പറഞ്ഞ് അങ്ങനെ പോയി. നമുക്കിനി ഇത് ഡീറ്റെയിൽ ചെയ്യേണ്ട പരിപാടിയാണ്. ഡീറ്റെയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസിൽ കാണുന്ന പോലെ അതിൻ്റെ വരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസിലും. നമ്മളിതൊരു പ്രാക്ടീസ് ചെയ്ത് നമുക്കിതൊന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ സേഫ് സോൺ എന്ന് പറയാം. സോ നമ്മൾ അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്യുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് മൂവ് ഫോർവേഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലോ ഇതൊക്കെ. ഈ ഭൂമിയിൽ കാണുന്ന ഈ സംഭവങ്ങൾക്ക് എന്തൊരു ഡിസൈൻ ആണല്ലോ. ഇതൊക്കെ ആരാണല്ലോ ഇതിനൊക്കെ ഡിസൈൻ ചെയ്ത് വിടുന്നത്. അതിൻ്റെ കളർ ബ്രൗൺ, ഗോൾഡൻ, യെല്ലോ ടൈപ്പ് ഓഫ് ഷെയ്ഡിലുള്ള കളറിൽ ബ്ലാക്ക് ലൈൻസ്. സോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ലൈൻസ് എത്രയാണോ അതനുസരിച്ച് അതിനെ പതുക്കെ അതിൻ്റേതായ ഫ്ലോയിൽ വരച്ചിടാം. ഇതാണ് ഇതിൻ്റെ ബേസിക് പരിപാടി. പിന്നെ ഇതിൽ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, ഫോർ സ്റ്റഡി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ പറയാം. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സോ ബൈ ബൈ.